നമസ്കാരം. പ്രധാന വാർത്തകൾ. സൗബിൻ ഷാഹിറിന് വിദേശയാത്രയ്ക്ക് അനുമതി നിഷേധിച്ച് കോടതി. മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് വിദേശയാത്രയ്ക്ക് അനുമതിയില്ല. സൗബിൻ ഷാഹിറിന്റെ ആവശ്യം എറണാകുളം മജിസ്ട്രേറ്റ് കോടതി തള്ളി. വിദേശത്ത് സംഘടിപ്പിക്കുന്ന അവാർഡ് ഷോയിൽ പങ്കെടുക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ കോടതി ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. സമാന ആവശ്യം ഉന്നയിച്ച് ഷോൺ ആന്റണി സമർപ്പിച്ച അപേക്ഷയും കോടതി തള്ളി. കോഴിക്കോട് കളക്ട്രേറ്റിൽ ഓണാഘോഷത്തിനിടെ ജീവനക്കാരിയോട് ഉന്നത ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്ന് പരാതി. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. ആഭ്യന്തര അന്വേഷണ സമിതി ഇന്ന് കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി സ്വീകരിക്കുക. സ്റ്റാഫ് കൌൺസിലിന്റെയും റവന്യൂ റിക്രിയേഷൻ ക്ലബിന്റെയും നേതൃത്വത്തിലായിരുന്നു 28-ന് കളക്ട്രേറ്റിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഇതിനിടെ ജീവനക്കാരിക്ക് നേരെ മോശം പെരുമാറ്റമുണ്ടായെന്നാണ് പരാതി. നേരത്തെ കളക്ട്രേറ്റിലെ ജീവനക്കാരിയായിരുന്ന പരാതിക്കാരി സ്ഥലം മാറി നിലവിൽ മറ്റൊരു സർക്കാർ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഓണാഘോഷത്തിനായി കളക്ട്രേറ്റിലെത്തിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും അതിക്രമം നേരിട്ടതിന് പിന്നാലെ കളക്ടർക്കുൾപ്പെടെ പരാതി എഴുതി നൽകി. വിദ്യാർത്ഥിനിയെ ആൺസുഹൃത്തിന്റെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അത്തോളി സ്വദേശി ആയിഷ റഷയാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. മംഗളൂരുവിൽ ബിഫാം വിദ്യാർത്ഥിനിയാണ് ആയിഷ. മംഗലാപുരത്ത് പഠിക്കുകയായിരുന്ന ആയിഷ 3 ദിവസം മുമ്പാണ് ആൺസുഹൃത്ത് ബഷറുദ്ദീന്റെ വീട്ടിലെത്തിയതെന്നാണ് വിവരം. കോഴിക്കോട്ടെ ജിമ്മിൽ ട്രെയിനറാണ് ബഷറുദ്ദീൻ. ഇയാൾ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്തതായും മർദ്ദിച്ചതായും ബന്ധുക്കൾ ആരോപിച്ചു. ആയിഷ കോഴിക്കോട്ടെത്തിയെങ്കിലും അത്തോളിയിലെ വീട്ടിലേക്ക് പോയിരുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ 52-കാരന് പരിക്ക്. വനപ്രദേശത്തിനടുത്ത റോഡിലൂടെ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ആൾക്ക് മുമ്പിലെത്തി കാട്ടാന. തലനാഴിക്കാണ് ആനയ്ക്ക് മുന്നിൽ നിന്ന് ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത്. ഓടി മാറുന്നതിനിടെ വീണ് പരിക്കേറ്റതായി വനംവകുപ്പ് അറിയിച്ചു. പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ചേകാടി വിലങ്ങാടി വനഭാഗത്തെ റോഡിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഇരുചക്രവാഹന യാത്രികനായ പുൽപ്പള്ളി പാളേക്കൊല്ലി വാഴപ്പള്ളി വീട്ടിൽ ജോസിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ പുൽപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. വിഭാഗീയത മനസ്സിലുള്ള ആരും ആലപ്പുഴയിലേക്ക് വണ്ടി കയറേണ്ട, കളി മാറും. വിഭാഗീയത മനസ്സിലുള്ള ആരും സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയ്ക്ക് വണ്ടി കയറേണ്ടതില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അത്തരം നീക്കമുണ്ടായാൽ കളി മാറുമെന്നും CPI സംസ്ഥാന കൗൺസിൽ ബിനോയ് വിശ്വം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്കിടെയാണ് എതിർചേരിക്കുള്ള ബിനോയ് വിശ്വത്തിന്റെ സന്ദേശം. ഉൾപാർട്ടി ജനാധിപത്യമെന്ന് ഉറക്കെ പറയുകയും നേരെ വിപരീത നിലപാട് പാർട്ടി കമ്മിറ്റിയിൽ എടുക്കുകയും ചെയ്യുന്ന ബിനോയ് വിശ്വത്തിന്റെ നടപടി സമ്മേളന നടപടികൾക്കിടെ വലിയ ചർച്ചയായിരുന്നു. വിഭാഗീയത വെച്ചുപൊറുപ്പിക്കില്ലെന്നും ഔദ്യോഗിക പാനലിനെതിരെ മത്സര സാധ്യത ഉണ്ടായാൽ സമ്മേളനം തന്നെ സസ്പെൻഡ് ചെയ്യുമെന്നും അടക്കം കടുത്ത നിലപാടുകളാണ് സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വച്ചിരിക്കുന്നത്.